Dear students, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പനി മീറ്റിംഗിലെ രണ്ടാമത്തെ ടൈപ്സ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗിനെ കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡയറക്ടേഴ്സ് മീറ്റിംഗിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്. Shareholders meeting can be classified into 4 types. One is statutory meeting. Second one is annual general meeting. Third one is extraordinary general meeting. Fourth one is class meeting. Then first we will discuss about statutory meeting. എന്താണ് statutory meeting? It is the first meeting of the shareholders of a public company having share capital. പബ്ലിക് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ ഫസ്റ്റ് മീറ്റിംഗിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് എന്ന് പറയുന്നത്. held once in the lifetime of a company. ഒരു കമ്പനിയുടെ ലൈഫ് ടൈമിൽ ഒരു പ്രാവശ്യം മാത്രം കൂടുന്ന മീറ്റിംഗ് ആണ് എന്ത് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് എന്ന് പറയുന്നത്. എ പ്രൈവറ്റ് കമ്പനി ആൻഡ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി നോട്ട് ഹാവിംഗ് ഷെയർ ക്യാപിറ്റൽ നീഡ് നോട്ട് ഹോൾഡ് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്. ഒരു പ്രൈവറ്റ് കമ്പനിയോ അല്ലെങ്കിൽ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി നോട്ട് ഹാവിംഗ് ഷെയർ ക്യാപിറ്റൽ അത്തരത്തിലുള്ള കമ്പനിയോ ഒരിക്കലും തന്നെ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ശ്രദ്ധിക്കേണ്ടത് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ആർക്ക് മാത്രം മതി? പബ്ലിക് കമ്പനി ഹാവിംഗ് ഷെയർ ക്യാപിറ്റൽ. അത്തരം കമ്പനീസിന് മാത്രം എന്ത് കൂടിയാൽ മതി? സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ഹോൾഡ് ചെയ്താൽ മതി. Meeting is conducted between 1 month to 6 months from the date at which company is commence business. ഒരു കമ്പനിയുടെ ബിസിനസ് ആരംഭിച്ചതിന് ശേഷം 1 മാസത്തിന്റെയും 6 മാസത്തിന്റെയും ഉള്ളിലായിട്ട് നിർബന്ധമായിട്ടും സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് കൂടിയിരിക്കണം. പർപ്പസ് ഓഫ് മീറ്റിംഗ്. സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗിന്റെ പർപ്പസ് എന്താണ്? ടു ഡിസ്കസ് ദി സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് പ്രിപ്പയർഡ് ബൈ ദി ഡയറക്ടർ. ഒരു കമ്പനിയുടെ ഡയറക്ടർ തയ്യാറാക്കിയിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിനെ കുറിച്ച് ഡിസ്കഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ നോട്ടീസ് ഓഫ് മീറ്റിംഗ് ഗിവൺ അറ്റ്ലീസ്റ്റ് 21 days ബിഫോർ ദി മീറ്റിംഗ്. സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് തുടങ്ങുന്നതിന് 21 ദിവസം മുമ്പ് ഷെയർ ഹോൾഡേഴ്സിന് നോട്ടീസ് നൽകണം. ഇന്ന ദിവസം മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ് നോട്ടീസ് നൽകണം. ദെൻ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടുകൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മീറ്റിംഗ് ആണ്. അപ്പൊ എന്താണ് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്? സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് മീൻസ് ഇറ്റ് ഈസ് എ റിപ്പോർട്ട് പ്രിപ്പയർഡ് ബൈ ദി ഡയറക്ടർ ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ഡയറക്ടർ പ്രിപ്പയർ ചെയ്യുന്ന റിപ്പോർട്ടാണ് എന്ത് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് പെർട്ടിക്കുലേഴ്സ് റിലേറ്റിംഗ് ടു ദി ഫോർമേഷൻ ഓഫ് കമ്പനി. കമ്പനിയുടെ ഫോർമേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള റിപ്പോർട്ടാണ് എന്ത് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് എന്ന് പറയുന്നത്. എ കോപ്പി ഓഫ് ദി റിപ്പോർട്ട് ഈസ് സെൻഡ് ടു എവരി മെമ്പർ ഓഫ് കമ്പനി അലോങ് വിത്ത് നോട്ടീസ് ഓഫ് മീറ്റിംഗ്. സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗിന്റെ നോട്ടീസിനോടൊപ്പം ഓരോ കമ്പനിയുടെ മെമ്പേഴ്സിനും ഈ റിപ്പോർട്ടിന്റെ കോപ്പി സെൻഡ് ചെയ്തിരിക്കണം. ഇറ്റ് ഈസ് റിക്വയർഡ് ടു സബ്മിറ്റ് ദി രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് കമ്പനിയുടെ രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതും ഉണ്ട്. ഇനി സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിൽ എന്തൊക്കെ കണ്ടന്റുകളാണ് ഉള്ളത്? കണ്ടന്റ്സ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്. Statutory report contain total number of shares
fully paid up and partly paid up allotted. ടോട്ടൽ ഷെയർ ഫുള്ളി പെയ്ഡപ്പും പാർട്ലി പെയ്ഡപ്പുമായിട്ട് ഷെയർ എത്ര അലോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ നമ്പർ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കും. ദെൻ ടോട്ടൽ എമൗണ്ട് ഓഫ് ക്യാഷ് റിസീവ്ഡ് ബൈ ദി കമ്പനി ഫോർ ദി ഷെയർ അലോട്ടഡ്. ഷെയർ അലോട്ട് ചെയ്തതിലൂടെ കമ്പനി സ്വീകരിച്ചിട്ടുള്ള ക്യാഷ് എത്രയുണ്ട് എന്നുള്ള ടോട്ടൽ എമൗണ്ടും എവിടെ ഉണ്ടായിരിക്കും? സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കും. ദെൻ ദ ഡീറ്റെയിൽസ് ഓഫ് ഡയറക്ടേഴ്സ്, ഓഡിറ്റേഴ്സ് ആൻഡ് അതർ മാനേജീരിയൽ പേഴ്സൺ. ഡയറക്ടേഴ്സിന്റെ, കമ്പനിയുടെ ഡയറക്ടേഴ്സിന്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ കമ്പനിയുടെ ഓഡിറ്റേഴ്സിന്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ മറ്റു മാനേജ്മെന്റ് ലെവലിലുള്ള പേഴ്സൺസിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഏതിലുണ്ടായിരിക്കും? ഒരു സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കും. Then the details regarding the contract entered by the company. കമ്പനി എന്തെങ്കിലും തരത്തിലുള്ള കോൺട്രാക്റ്റുകളിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് എവിടെ ഉണ്ടായിരിക്കും? ഒരു സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കും. Then estimated amount of preliminary expense. ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന പ്രാഥമിക ചെലവുകൾ, ആ എസ്റ്റിമേറ്റഡ് എമൗണ്ട് എത്രയാണ് എന്നുള്ളത് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിട്ടുണ്ടായിരിക്കും. Then commission and brokerage paid to directors, managers with issue of shares or debentures. ഡിബഞ്ചറും അതുപോലെ തന്നെ ഷെയറുകളും ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് മാനേജേഴ്സിനും ഡയറക്ടേഴ്സിനും എന്തെങ്കിലും തരത്തിലുള്ള ബ്രോക്കറേജുകളോ കമ്മീഷനുകളോ കൊടുക്കുന്നുണ്ടോ, അതുമായി കൊടുത്തിട്ടുണ്ടോ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എവിടെ ഉണ്ടായിരിക്കും? സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കും. ഇനി ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗിലെ രണ്ടാമത്തെ മീറ്റിംഗ് ആണ്, രണ്ടാമത്തെ ടൈപ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ് ആണ് ആനുവൽ ജനറൽ മീറ്റിംഗ്. എന്താണ് ആനുവൽ ജനറൽ മീറ്റിംഗ്? മീറ്റിംഗ് ഓഫ് ജനറൽ ബോഡി മേ ബി കോൾഡ് ജനറൽ മീറ്റിംഗ്. ജനറൽ ബോഡി മീറ്റിംഗുകളെയാണ് എന്ത് അറിയപ്പെടുന്നത്? ജനറൽ മീറ്റിംഗ് എന്നറിയപ്പെടുന്നത്. അത്തരത്തിലുള്ള ജനറൽ ബോഡി മീറ്റിംഗുകൾ രണ്ട് തരത്തിലുണ്ടാകാം. ജനറൽ മീറ്റിംഗ് മേ ബി ആനുവൽ ജനറൽ മീറ്റിംഗ് ഓർ ആൻ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. ഒന്നെങ്കിൽ ആനുവൽ ജനറൽ മീറ്റിംഗ് ഉണ്ടാകാം, അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗുകൾ ഉണ്ടാകാം. എന്താണ് ഒരു ആനുവൽ ജനറൽ മീറ്റിംഗിന്റെ പർപ്പസ്? Purpose of meeting is to give full information to members of the progress by company during the year. ഒരു വർഷത്തിൽ കമ്പനിക്കുണ്ടായിട്ടുള്ള പ്രോഗ്രസ്, അതിനെക്കുറിച്ച് എല്ലാ മെമ്പേഴ്സിനും ഇൻഫർമേഷൻ നൽകാൻ വേണ്ടിയിട്ടുള്ള മീറ്റിംഗ് ആണ് ശരിക്കും എന്ത്? ആനുവൽ ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ആനുവൽ ജനറൽ മീറ്റിംഗുകളിലാണ് ഒരു വർഷത്തെ കമ്പനിയുടെ വളർച്ച, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള തകർച്ചകൾ, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിട്ടുള്ള റിട്ടേണുകൾ, അതുപോലെ തന്നെ പ്രോഫിറ്റുകൾ, അതുപോലെ ഫൈനൽ അക്കൗണ്ട്സുകൾ, കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഇൻഫർമേഷൻ എല്ലാ മെമ്പേഴ്സിനെയും അറിയിക്കാൻ വേണ്ടി വർഷാവർഷം കൂടുന്ന മീറ്റിംഗുകളെയാണ് എന്ത് പറയുന്നത്? ആനുവൽ ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത്. Then period of meeting. First meeting is conducted within the period of 9 months from the date of closing first financial year of the company. കമ്പനിയുടെ ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്തതിനു ശേഷം 9 മാസത്തിനുള്ളിൽ ഫസ്റ്റ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിരിക്കണം. രണ്ടാമത് പറയുന്നത് സബ്സീക്വന്റ് മീറ്റിംഗ് ഈസ് ഹെൽഡ് വിത്തിൻ ദി പീരീഡ് ഓഫ് 6 months. അതിനുശേഷമുള്ള ആനുവൽ ജനറൽ മീറ്റിംഗുകൾ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്തതിനു ശേഷം 6 months ഉള്ളിൽ, 6 മാസത്തിന്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? കൂടിയിരിക്കണം. ദ ഗ്യാപ്പ് ബിറ്റ്വീൻ 2 meetings ഈസ് മാക്സിമം 15 months. 2 മീറ്റിംഗുകൾക്കിടയിലുള്ള മാക്സിമം ഗ്യാപ്പ് എന്ന് പറയുന്നത് എത്ര മാസമാണ്? 15 മാസമായിരിക്കും. Then notice of meeting, giving 21 days notice to all members. എല്ലാ മെമ്പേഴ്സിനും മീറ്റിംഗ് തുടങ്ങുന്നതിന് 21 ദിവസം മുമ്പ് എന്ത് നൽകണം? നോട്ടീസ് നൽകണം. ഇന്ന ദിവസം മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? നോട്ടീസ് നൽകിയിരിക്കണം. Then we will discuss about
സെക്രട്ടറീസ് ഡ്യൂട്ടീസ് ഇൻ കണക്ഷൻ വിത്ത് ആനുവൽ ജനറൽ മീറ്റിംഗ്. ഒരു ആനുവൽ ജനറൽ മീറ്റിംഗുമായി ബന്ധപ്പെട്ട് ഒരു സെക്രട്ടറിക്ക് എന്തൊക്കെ ഡ്യൂട്ടീസുകൾ ഉണ്ട് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെക്രട്ടറിക്ക് മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പും മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോഴും മീറ്റിംഗ് നടന്നതിന് ശേഷവും ഡ്യൂട്ടീസ് ഉണ്ട്. ഏതൊക്കെയാണത്? ബിഫോർ ദി മീറ്റിംഗ്, മീറ്റിംഗിന് മുമ്പ് എൻഷുർ ദ ഫൈനൽ അക്കൗണ്ട് ആർ റെഡി. ഫൈനൽ അക്കൗണ്ട്സ് അഥവാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ റെഡി ആണ് എന്നുള്ളത് എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം. രണ്ടാമത് പറയുന്നു ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വിൽ ബി സബ്മിറ്റഡ് ടു ബോർഡ് മീറ്റിംഗ് ഫോർ കൺസിഡറേഷൻ ആൻഡ് അപ്രൂവൽ. ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബോർഡ് മീറ്റിൽ സബ്മിറ്റ് ചെയ്യണം, എന്നിട്ട് അതിൽ നിന്ന് അപ്രൂവൽ വാങ്ങണം. മൂന്നാമതായി പറയുന്നു ഫൈനൽ അക്കൗണ്ട് സബ്മിറ്റഡ് ടു ഓഡിറ്റേഴ്സ് ഫോർ ഓഡിറ്റിംഗ് പർപ്പസ്. ഫൈനൽ അക്കൗണ്ടുകൾ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എന്നിവ ഓഡിറ്റേഴ്സിന് സബ്മിറ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഓഡിറ്റിംഗ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നീട് അടുത്തത് പറയുന്നു മസ്റ്റ് ഇഷ്യൂ നോട്ടീസ് ഓഫ് മീറ്റിംഗ്. സെക്രട്ടറി നിർബന്ധമായിട്ടും മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് മീറ്റിംഗിന്റെ നോട്ടീസ് എല്ലാവർക്കും, എല്ലാ മെമ്പേഴ്സിനും സെൻഡ് ചെയ്തിരിക്കണം. ദെൻ അടുത്തത് പറയുന്നു പ്രിപ്പയർ അജണ്ട ഫോർ മീറ്റിംഗ്. മീറ്റിംഗിൽ എന്താണോ അജണ്ട അത് പ്രിപ്പയർ ചെയ്യേണ്ട ഡ്യൂട്ടി സെക്രട്ടറിക്ക് ആയിരിക്കും. ഇനി അറ്റ് ദി മീറ്റിംഗ്, മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെ ഡ്യൂട്ടീസുകൾ ഉണ്ട്? ഒന്ന് പറഞ്ഞു ടു ഗെറ്റ് അറ്റൻഡൻസ് രജിസ്റ്റർ സൈൻഡ് ബൈ ദി ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സ് സൈൻ ചെയ്ത രജിസ്റ്റർ, അറ്റൻഡൻസ് രജിസ്റ്റർ നൽകാനുള്ള ഡ്യൂട്ടി സെക്രട്ടറിക്കായിരിക്കും. ടു ഹെൽപ്പ് ചെയർമാൻ ഇൻ അസർട്ടൈനിങ് കോറം. കോറം തികഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ചെയർമാന് സഹായിക്കാനുള്ള ഡ്യൂട്ടി ആയിരിക്കുന്നുണ്ട് സെക്രട്ടറിക്കുണ്ടായിരിക്കും. അടുത്തത് പറയുന്നു ടു റീഡ് നോട്ടീസ് ഓഫ് മീറ്റിംഗ് വിത്ത് പെർമിഷൻ ഓഫ് ചെയർ. ചെയറിന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ, ചെയർമാന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മീറ്റിംഗിൽ വെച്ച് നോട്ടീസ് റീഡ് ചെയ്യാനുള്ള ഡ്യൂട്ടി സെക്രട്ടറിക്കുണ്ടായിരിക്കും. ദെൻ ടു റീഡ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ആൻഡ് ഡയറക്ടേഴ്സ് റിപ്പോർട്ട്. മീറ്റിംഗിൽ ഓഡിറ്റേഴ്സിന്റെ റിപ്പോർട്ട് എല്ലാ മെമ്പേഴ്സിനെയും വായിച്ചു കേൾപ്പിക്കാനും അതുപോലെ തന്നെ ഡയറക്ടേഴ്സിന്റെ റിപ്പോർട്ട് റീഡ് ചെയ്യാനുമുള്ള ഡ്യൂട്ടി സെക്രട്ടറിക്കുണ്ടായിരിക്കും. പിന്നെ പറയുന്നത് ടു ടേക്ക് നോട്ട്സ് ഓഫ് പ്രൊസീഡിങ്സ് ഓഫ് ദി മീറ്റിംഗ്. മീറ്റിംഗിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യാനുള്ള ഡ്യൂട്ടി ആയിരിക്കും ഒരു സെക്രട്ടറിക്ക് ഉണ്ടായിരിക്കും. ദെൻ ആഫ്റ്റർ ദി മീറ്റിംഗ്, മീറ്റിംഗ് കഴിഞ്ഞാൽ എന്തൊക്കെ ഡ്യൂട്ടീസുകൾ ഉണ്ട്? ടു പ്രിപ്പയർ മിനിറ്റ്സ്, മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യണം. രണ്ടാമത് പറയുന്നു ടു സെൻഡ് ഇന്റിമേഷൻ ഓഫ് അപ്പോയിന്റ്മെന്റ് ആൻഡ് റീ അപ്പോയിന്റ്മെന്റ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ്. ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാനും അതുപോലെ തന്നെ റീ അപ്പോയിന്റ് ചെയ്യാനും ഉള്ള കാര്യങ്ങൾ സെൻഡ് ചെയ്യാനുള്ള, അത്തരം ഇൻഫർമേഷൻസ് സെൻഡ് ചെയ്യാനുള്ള ഡ്യൂട്ടീസ് ആർക്കുണ്ട്? ഒരു സെക്രട്ടറിക്ക് ഉണ്ടായിരിക്കും. Then to file copies of final accounts to registrar within 30 days of the meeting. മീറ്റിംഗ് കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ രജിസ്ട്രാറുടെ മുന്നിൽ ഫൈനൽ അക്കൗണ്ട്സുകളുടെ കോപ്പി ഫയൽ ചെയ്യാനുള്ള ഡ്യൂട്ടിയും ഒരു സെക്രട്ടറിക്കുണ്ട്. പിന്നെ പറയുന്നത് ടു ഫയൽ ആനുവൽ റിട്ടേൺസ് ഇൻ ദി പ്രിസ്ക്രൈബ്ഡ് ഫോം ടു ദി രജിസ്ട്രാർ വിത്തിൻ 60 ഡേയ്സ് ഓഫ് മീറ്റിംഗ്. മീറ്റിംഗ് കഴിഞ്ഞ് 60 ഡേയ്സിനുള്ളിൽ, 60 ദിവസത്തിനുള്ളിൽ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമില് ഒരു കമ്പനിയുടെ വാർഷിക വരുമാനം ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഡ്യൂട്ടിയും സെക്രട്ടറിക്ക് ഉണ്ടായിരിക്കും. അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗിന്റെ മൂന്നാമത്തെ ടൈപ്പ് ആയിട്ടുള്ള എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. വാട്ട് ഈസ് മീൻ ബൈ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്? All general meeting of a company other than annual general meeting are called extraordinary general meeting. General meeting, annual general meeting അല്ലാത്ത എല്ലാ ജനറൽ മീറ്റിംഗുകളെയും എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് എന്ന് പറയാം. ഇറ്റ് ഈസ് ഹെൽഡ് ബിറ്റ്വീൻ 2 ആനുവൽ ജനറൽ മീറ്റിംഗ്. ഇത് കണ്ടക്ട് ചെയ്യുന്നത് 2 ആനുവൽ ജനറൽ മീറ്റിംഗുകൾക്ക് ഇടയിലായിരിക്കും ഇത്തരത്തിൽ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗുകൾ കണ്ടക്ട് ചെയ്യുന്നത്. Then called to discuss any particular matters of urgent importance to the company. ഇത്തരത്തിൽ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗുകൾ വിളിച്ചു ചേർക്കുന്നത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള അർജന്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗുകൾ വിളിച്ചു ചേർക്കുന്നത്. 21 days നോട്ടീസ് മസ്റ്റ് ബി ഗിവൺ ടു ഓൾ മെമ്പേഴ്സ്. കമ്പനിയിലുള്ള എല്ലാ മെമ്പേഴ്സിനും
21 ദിവസം മുമ്പ് നോട്ടീസ് നൽകിയിരിക്കണം. Then secretary's duties regarding extraordinary general meeting. ഒരു extraordinary general meetingil എന്തൊക്കെയാണ് സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ്? ഒന്ന്, to prepare agenda for the meeting. മീറ്റിംഗിന് വേണ്ട അജണ്ട പ്രിപ്പയർ ചെയ്യണം. To ascertain quorum കണ്ടെത്തണം. മൂന്നാമത് പറയുന്നു, when chairman is requires, he has to supply required material and document. മീറ്റിംഗിൽ വെച്ച് ചെയർമാന് ആവശ്യപ്പെടുകയാണെങ്കിൽ ആവശ്യപ്പെടുന്ന മെറ്റീരിയലുകളും ഡോക്യുമെന്റുകളും എത്തിക്കാനുള്ള ഡ്യൂട്ടിയും ആർക്കുണ്ട്? ഒരു സെക്രട്ടറിക്ക് ഉണ്ടായിരിക്കും. പിന്നെ പറയുന്നത് to take down notes for proceeding of meeting. മീറ്റിംഗിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യാനുള്ള ഡ്യൂട്ടി സെക്രട്ടറിക്ക് ഉണ്ടായിരിക്കും. Then prepare minutes after meeting. മീറ്റിംഗ് കഴിഞ്ഞാൽ മിനിറ്റ്സ് തയ്യാറാക്കാനുള്ള ഡ്യൂട്ടിയും സെക്രട്ടറിക്ക് ഉണ്ടായിരിക്കും. Then we will discuss final types of shareholders meeting, that is class meeting. What is meant by class meeting? Meeting of different classes of shareholders are called class meeting. Different class of shareholders in the meeting ആണ് ക്ലാസ് മീറ്റിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ്. ഒരു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗിനെ നമുക്ക് എന്ത് പറയാം? ക്ലാസ് മീറ്റിംഗ് എന്ന് പറയാം. അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ്. അത്തരത്തിലുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗിനെ എന്ത് പറയാം? ക്ലാസ് മീറ്റിംഗ് എന്ന് പറയാം. Such a meeting attend only that class of shareholders. അത്തരത്തിലുള്ള ക്ലാസ് മീറ്റിംഗ് ആ ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ക്ലാസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സിന് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. ഇതിനെയാണ് എന്ത് പറയുന്നത്? ക്ലാസ് മീറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.